ആൻഡ് ആക്നിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് റെസ്പോണ്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് 2-3 പേര് നമുക്ക് പേഴ്സണലി DM ചെയ്തിരുന്നു. ജർമ്മനിയിൽ വന്നിട്ട് ആദ്യമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട്. ജർമ്മനിയിൽ നമ്മൾ ആദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ 2-3 പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സിറ്റി രജിസ്ട്രേഷൻ. സിറ്റി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ജർമ്മൻ ടേം എന്ന് പറയുന്നത് അൻമൽഡും എന്നാണ്. ഈ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നമ്മൾ പോകേണ്ടത് അതാത് സിറ്റിയിലെ സിറ്റി രജിസ്ട്രേഷൻ സെന്ററുകളിലാണ്. അതിനെ ജർമ്മൻ ടേം എന്ന് പറഞ്ഞാൽ ബുർഗർ ആംറ്റ് എന്നും ബുർഗർ ബ്യൂറോ എന്നും ബുർഗർ സെന്റർ എന്നും ഒക്കെ വിളിക്കും. അവർക്ക് ഒഫീഷ്യൽ ആയിട്ട് അവരുടേതായ പേഴ്സണലൈസ്ഡ് വെബ്സൈറ്റ്സും കാണും. അത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ മുൻഷനിലാണെന്നുണ്ടെങ്കിൽ ആ ബുർഗർ സെന്ററിന്റെ പേര് KVR എന്നാണ്. നമ്മൾ ഡയറക്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് വെബ്സൈറ്റ് അത് അവൈലബിൾ ആവും. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ബേസിക് ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ഫസ്റ്റ് രജിസ്ട്രേഷന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട്, അതിന്റെ കൂടെ വരുന്ന വിസ. പിന്നെ നമ്മൾ ഇവിടുത്തെ റെസിഡൻസ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു റെന്റൽ കോൺട്രാക്ട് വേണം. ഇവിടുത്തെ ഒരു ലാൻഡ് ലോഡുമായിട്ട് അവരിൽ നിന്ന് നമ്മൾ റെന്റൽ അഗ്രിമെന്റ് കളക്ട് ചെയ്യണം. അതൊരു കോൺട്രാക്ട് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം സർട്ടിഫിക്കറ്റ് ഓഫ് റെസിഡൻസ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് കൂടെ ലാൻഡ് ലോഡ് നമുക്ക് ഫില്ല് ചെയ്ത് തരണം. ഈ 2 ഡോക്യുമെന്റ് ആണ് നമ്മൾ ലാൻഡ് ലോഡിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടത്. ചില സിറ്റികളിൽ അൻമൽഡും ഫോം എന്ന് പറഞ്ഞിട്ട്, അതായത് രജിസ്ട്രേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് അതാത് അവരുടെ പേഴ്സണലൈസ്ഡ് വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് അത് നമ്മുടെ ഡോക്യുമെന്റിന്റെ കൂടെ ഇത് പ്രസന്റ് ചെയ്യണം. ഇത്രയാണ് നമ്മുടെ ഒരു ബേസിക് ഡോക്യുമെന്റ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. പിന്നെ ഇതിൽ സെപ്പറേറ്റ് ക്രൈറ്റീരിയസ് ഉണ്ട്. ഇപ്പോൾ ഒരു സ്റ്റുഡന്റിനോ എംപ്ലോയിക്കോ. അതിൽ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റുഡന്റിനാകുമ്പോൾ അവർക്ക് ഇമ്പോർട്ടൻ്റ്ലി വേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റ്, യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അതിന്റെ ജർമ്മൻ വേർഡ് എന്ന് പറഞ്ഞാൽ ഇമ്മെട്രിക്കുലേഷൻ ബെഷൈനിഗും എന്നാണ്. ആ സർട്ടിഫിക്കറ്റും നമ്മൾ ഡോക്യുമെന്റ്സിന്റെ കൂടെ കൊണ്ടുപോകണം. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഒരു ജോബ് കിട്ടിയാണ് ജർമ്മനിയിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ജോബ് കോൺട്രാക്റ്റും അതിന്റെ കൂടെ തന്നെ നമ്മുടെ പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ്. അത് ഈ 2 ഡോക്യുമെന്റും നമ്മുടെ കമ്പനി തന്നെയായിരിക്കും, നമ്മുടെ എംപ്ലോയർ തന്നെയായിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ കൂടെ ഇനി അടുത്ത ക്രൈറ്റീരിയ ഇതിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജോലി കിട്ടി വരുന്ന സമയത്ത് നമ്മുടെ ഫാമിലിയെ കൂടെ കൊണ്ടുവരികയാണെന്ന് വെക്കുക. അതിന്റെ അർത്ഥം നമ്മളിപ്പോൾ നമ്മുടെ ഡിപ്പെൻഡൻസ്, നമ്മൾ അതിനെ വിളിക്കുന്ന ഡിപ്പെൻഡൻസ് എന്നാണ്. ഇപ്പം നമുക്ക് ഒരു നമ്മുടെ ഇപ്പൊ വൈഫോ ഹസ്ബൻഡോ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മൾ ചിലപ്പോൾ പ്രസന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ കാണണം. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മുടെ ഡിപ്പെൻഡന്റ് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടി കാണിക്കണം. ഇത് ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മാൻഡേറ്ററി ഫാക്ടർ അല്ല. ചില ബുർഗർ ആംറ്റുകളിൽ ഇത് ചോദിക്കാം. ഇത് ഡിപ്പെൻസ്. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇത് ഡിപ്പെൻസ് നമ്മുടെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്തൊക്കെ ഡോക്യുമെന്റ്സ് അവർ ചോദിക്കുന്നുള്ള. ഞങ്ങൾ പറഞ്ഞ ആദ്യത്തെ ഈ ബേസിക് ഡോക്യുമെന്റ്സ് എന്തായാലും നമ്മൾ പ്രസന്റ് ചെയ്യണം. ഓൺ ടോപ്പ് ഇങ്ങനത്തെ കുറച്ച് ഡോക്യുമെന്റ്സ് കൂടെ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഫസ്റ്റ് ചില സെന്ററുകളിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ്, ഇതിന്റെ അപ്പോയിന്റ്മെന്റിനെ നമ്മൾ ജർമ്മനി പറയുന്നത് ടെർമിൻ എന്നാണ്. ഇത് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. നമ്മൾ ഒരുപാട് പ്രാവശ്യം വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മാത്രമായിരിക്കും ഒരു ടെർമിൻ കിട്ടുക. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ ചെക്ക് ലിസ്റ്റ് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് പോകുന്ന നമ്മൾ എപ്പോഴും നമ്മളെ ഫേവർ ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഉള്ള ഡോക്യുമെന്റ്സ് കൂടെ ഫസ്റ്റ് രജിസ്ട്രേഷന് പോകുമ്പോൾ കയ്യിൽ കരുതാൻ പറയുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അപ്പോയിന്റ്മെന്റ് കിട്ടുക എന്ന് നോക്കാം. ഇത് നമ്മൾ ചെയ്യേണ്ടത് ബുർഗർ സെൻട്രം എന്ന് പറയുന്ന ഓഫീസിലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് സിറ്റിയിലാണോ നിങ്ങൾ താമസിക്കുന്നത് ആ സിറ്റിയുടെ ബുർഗർ സെൻട്രത്തിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് അവിടെ അപ്പോയിന്റ്മെന്റ് സ്ലോട്ട്സ് അവൈലബിൾ ആയിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു അപ്പോയിന്റ്മെന്റ് സ്ലോട്ട് നമ്മൾ ബുക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ബുക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ അവിടെ എത്തിയിരിക്കണം. നമ്മൾ കുറച്ച് 5 മിനിറ്റ്സ് മാറിയാൽ പോലും ചിലപ്പോൾ അവർ നമ്മുടെ അപ്പോയിന്റ്മെന്റ് റിജക്ട് ചെയ്ത് കളയും. പിന്നെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും കുറെ നാൾ. ജർമ്മനിലെ ഒരു ഫസ്റ്റ് ഒഫീഷ്യൽ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ടൈം കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരത്തെ എത്തിയാലും ലേറ്റ് ആവാതെ ഇരിക്കാൻ ശ്രമിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർക്ക് ഒരു ബാഡ് ഇംപ്രഷൻ ആണ്. പിന്നെ അന്ന് തന്നെ ഒരു അപ്പോയിന്റ്മെന്റ് തിരിച്ച് വീണ്ടും കിട്ടുക എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ ആണ്. ചിലപ്പോൾ തരില്ലെന്നുണ്ടാവാം. നമ്മളടുത്ത് പോയിട്ട് അടുത്ത അപ്പോയിന്റ്മെന്റ് കിട്ടി തിരിച്ചു വരാനൊക്കെ പറഞ്ഞ അവസരങ്ങളൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സിന് ഉണ്ടായിട്ടുണ്ട്. സോ എപ്പോഴും ടൈം കീപ്പ് ചെയ്യാൻ നോക്കുക. ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടി ആ ടൈം കീപ്പ് ചെയ്യാൻ നോക്കണം. ഇത് മിക്കപ്പോഴും വലിയ സിറ്റികളുടെ കേസാണ്. അതായത് അപ്പോയിന്റ്മെന്റ് ഓൺലൈൻ എടുത്ത് പോവുക.
അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു റഷിലാണ്, നിങ്ങളൊരു ചെറിയ സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് മിക്ക സമയത്തും അവിടെ നമ്മൾ വാക്ക് ഇൻ അപ്പോയിന്റ്മെന്റ്സ് കാണും. നിങ്ങൾ 8 മണിക്കോ 7 മണിക്കോ തന്നെ പോയി അവിടെ ക്യൂ നിന്നാൽ നിങ്ങൾക്ക് മിക്കപ്പോഴും അന്ന് തന്നെ അപ്പോയിന്റ്മെന്റ് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ അവർ അപ്പോയിന്റ്മെന്റ് തരും. പക്ഷെ ഇത് ചെറിയ ടൗൺസിലെ മിക്കപ്പോഴും ആപ്ലിക്കബിൾ ആയിട്ടുണ്ടാവും. മെയിൻലി നിങ്ങൾ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് കിട്ടുമോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം വാക്ക് ഇൻ അപ്പോയിന്റ്മെന്റ്സിന് പോവേണ്ടത്. ഇതിലൊരു ഹിന്റ് തരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നാളെ നിങ്ങൾ ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഗുരുഗ്രാമിന്റെ സൈഡിൽ അവിടെ സെക്യൂരിറ്റീസ് ഒക്കെ കാണും. അവരോടൊക്കെ ജസ്റ്റ് എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്. അവരോട് ജസ്റ്റ് ചോദിച്ചു നോക്കാം, ഇങ്ങനെ വാക്കിൻ ഉണ്ടോ. നമ്മളിപ്പോ പുലർച്ചെയൊക്കെ പോയി നിൽക്കേണ്ടി വരും. കാരണം വാക്കിൻ എപ്പോഴും നമുക്ക് കിട്ടുക അതിരാവിലെയൊക്കെയാണ്. ഞങ്ങളൊക്കെ 5 മണിക്കൊക്കെ പോയി നിന്ന സമയങ്ങളുണ്ട്. ചിലപ്പോൾ രാത്രി പോയിട്ട് രാവിലെ വരെ വെയിറ്റ് ചെയ്തതുണ്ട്. ഡിപ്പെൻസ് ഓൺ ദ സിറ്റി ആണ്. കാരണം ഞാൻ ബെർലിനിലാണെങ്കിൽ ബെർലിനിൽ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ മ്യൂണിക്കില് ഇവിടെ ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഉണ്ട്. അതിനനുസരിച്ച് പോയാൽ മതിയായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ ഇതില് എന്താ പറയാ, ഒരു ഫേവറബിൾ എൻവയോൺമെന്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കുക നമ്മുടെ സൈഡിൽ നിന്ന്. വൺസ് നമ്മൾ ഈ അപ്പോയിന്റ്മെന്റിന് പോയി നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇതെല്ലാം വെരിഫൈ ചെയ്യും. ഇങ്ങനെ ഒരു അഡ്രസ് ഉണ്ടോ, അവിടെ പുതിയൊരു റെസിഡന്റ് വന്നോ എന്നൊക്കെ അവർ വെരിഫൈ ചെയ്തിട്ട് നമുക്കൊരു 1 പേപ്പർ ഡോക്യുമെന്റ് തരും. സിറ്റി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ള ഒരു ഡോക്യുമെന്റ് തരും. ഈ ഡോക്യുമെന്റ് നമുക്ക് ജർമ്മനിയിലുള്ളപ്പോൾ അത് ആ അഡ്രസ്സിൽ ജീവിക്കുമ്പോൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. സോ ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഡോക്യുമെന്റ് കിട്ടി ഒരു 2-3 വീക്സിനകത്ത് നമുക്ക് 2 ഡോക്യുമെന്റ്സ് കൂടെ കിട്ടും. അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ്. അതിൽ ഒന്ന് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ആണ്. സോഷ്യൽ ബെഷൈഡിഗും എന്ന് പറയും. നമ്മൾ ഇവിടെ താമസിക്കും കാലം ഈ നമ്പറിലാണ് നമ്മുടെ ആധാർ കാർഡ് പോലെയാണ് ഈ ഒരു സിസ്റ്റം. ഇതിനകത്താണ് നമ്മുടെ പെൻഷൻ കോൺട്രിബ്യൂഷൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ സ്റ്റോയർ ഐ ഡി എന്ന് പറഞ്ഞത്, അതായത് ടാക്സ് ഐ ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻ കാർഡ് നമ്പർ പോലെ ടാക്സ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്റ് കൂടെ കിട്ടും. ഈ 2 ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫർദർ ഇനി അതർ പ്രോസസ്, അതായത് ഒരു ബാങ്ക് നമുക്കൊരു അക്കൗണ്ട് തുറക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ കുറച്ച് നാളിന് ശേഷം ഇപ്പൊ രജിസ്റ്റർ ചെയ്ത അഡ്രസ്സ് നിന്ന് പുതിയ അഡ്രസ്സിലേക്ക് മാറുകയാണ് അതേ സിറ്റിയിലാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ പുതിയ സിറ്റിയിലേക്കാണ് പോകുന്നതെങ്കിലും നമ്മൾ ഈ പ്രോസസ്സ് പിന്നെ റിപ്പീറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഗവൺമെന്റിനെ അറിയിക്കണം നമ്മുടെ അഡ്രസ്സ് മാറി എന്നുള്ളത്. ഇതാണ് സിറ്റി രജിസ്ട്രേഷന്റെ പ്രോസസ്സ്. ഇനി ഇതിന്റെ ഒരു ഹാംഫുൾ എഫക്റ്റ് കൂടെ പറയാം. ഹാംഫുൾ എഫക്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ, നമ്മൾ സിറ്റി രജിസ്ട്രേഷൻ ഇല്ലാതെ 6 മാസത്തേക്കുള്ളിൽ, ചില സിറ്റികളുടെ മാത്രം റെഗുലേഷൻസ് ആണ് ഇത്. ഫോർ എക്സാമ്പിൾ മ്യൂണിക്കിലൊക്കെ 6 മാസത്തേക്കുള്ളിൽ നമ്മൾ സിറ്റി രജിസ്ട്രേഷൻ ഇല്ലാതെ ഇവിടെ താമസിക്കുകയും നമ്മൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് വെച്ചിട്ട് നമ്മൾ പേയ്മെന്റ് വാങ്ങിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ ഗവൺമെന്റിന് ഫൈൻ ചെയ്യാൻ പറ്റും. ഈ ഫൈൻ എന്നൊക്കെ പറയുന്നത് ഒരു 2000-3000 യൂറോസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഡിപ്പെൻസ്, അത് എത്രത്തോളം അവർ ആ ഇമ്പാക്ട് കാണുന്നത് അനുസരിച്ചിരിക്കും. നമ്മുടെ ഇതേപോലെ ഒരു ഓഫീസർ ആയിരിക്കും അതിനെ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഇതനുസരിച്ചായിരിക്കും നമുക്ക് ഫൈൻ വരിക. ഒരു 3000 യൂറോസ് വരെയൊക്കെ ഫൈൻ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം കുട്ടുസൻ ആൻഡ് ഡാക്കിനി.